കഴിഞ്ഞ വർഷം വലിയൊരു ദുരന്തം അതിന് കേരളം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. കുസാറ്റ് ദുരന്തം. വിദ്യാർത്ഥികളടക്കം 4 പേരാണ് അന്ന് മരണത്തിനിരയായത്. ഇപ്പോൾ സംഭവത്തിലൊരു പുതിയ വിശദീകരണ വാർത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അടക്കം 3 പേരെ പോലീസ് പ്രതി ചേർത്തിരിക്കുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ഡോക്ടർ ദീപക് കുമാർ സാഹു അടക്കം 3 പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ സംഭവം നടന്ന സമയത്ത് തന്നെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പ്രതിരോധവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസിൻ്റെ വീഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യത, അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത എന്നടക്കം പ്രിൻസിപ്പളും ഉപസർവകലാശാലയും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. രജനി, കഴിഞ്ഞ നവംബർ 25-നാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവുന്നത്. കുസാറ്റിലെ ഒരു സംഗീത നിശയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിയ ആൾക്കാരുടെ തിക്കും തിരക്കിലും പെട്ടാണ് 4 പേർ മരിക്കുകയും 64 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ 3 പേരെ പ്രതി ചേർത്ത് ബോധപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നു എന്ന് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ദീപക് കുമാർ സാഹ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിപാടിയുടെ കൺവീനർ ചുമതലയുണ്ടായിരുന്ന ഗിരീഷ് കുമാരൻ തമ്പി, അതോടൊപ്പം തന്നെ ഡോക്ടർ എൻ ബിജു എന്നിവരടക്കം 3 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇവർ ഇതേ സമയം തന്നെ രജിസ്ട്രാർ ഓഫീസിനെയും മറ്റും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ആക്ഷേപവും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉയരുകയാണ്. കാരണം ഈ രജിസ്ട്രാർ ഓഫീസിനും ഇതിൻ്റെ ചുമതലകൾ ഉണ്ടായിരുന്നതാണ്. കുസാറ്റിൻ്റെ സിൻഡിക്കേറ്റിൻ്റെ അംഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ തന്നെയാണ് കണ്ടെത്തിയിരുന്നതും. ആ ഒരു പശ്ചാത്തലത്തിൽ തുടർന്നുള്ള അന്വേഷണത്തിൽ അവരെ കൂടെ ചിലപ്പോൾ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ ഈ ബോധപൂർവമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളും പോലീസ് പരാമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, കൃത്യമായും ഇത്തരത്തിൽ ആൾ കൂടാൻ സാധ്യതയുള്ള ഒരു പരിപാടി നടക്കുന്നു. അതിൽ കൃത്യമായി പോലീസിനെ അറിയിച്ചിരുന്നില്ല. പോലീസിൻ്റെ സഹായം തേടിയുള്ള അത് കൃത്യമായി തന്നെ സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കുസാറ്റിലെ ഓഡിറ്റോറിയം, അതിൻ്റെ ഘടനാപരമായ ന്യൂനതകൾ, അതും ഈ അപകടത്തിന് കാരണമായി എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചും മറ്റും പരിചയമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ നിയന്ത്രണ ചുമതല നൽകിയതും വലിയ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവർ ഒരു തരത്തിലും പരാമർശിക്കാത്ത ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ആ സെക്യൂരിറ്റി ചുമതല വഹിച്ചിരുന്ന കിങ്ഡം സെക്യൂരിറ്റി സർവീസ്, അവർക്കും ഇതിൽ വീഴ്ചയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും മറച്ചുവെക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ള 3 പേർക്കെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും കേസിൽ പ്രതി ചേർത്ത് കേസെടുത്തതിന് പിന്നാലെ ഈ കോളേജ് അധികൃതരിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? രജനി, അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും അന്നത്തെ പ്രിൻസിപ്പലിനെ ഒഴിവാക്കുന്ന സമീപനമടക്കം, ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന സമീപനമടക്കം അന്ന് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ദീപക് കുമാർ സാഹ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് പോലീസ് ഇത്തരത്തിലുള്ള കേസ് ചുമത്തിയിരിക്കുന്നു എന്നത് കാണിച്ച് ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ പോലീസിൻ്റെ നടപടി ാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതും. തുടർന്നുള്ള പോലീസിന്റെ നടപടികൾ കൂടി ഇനിയും ഏറെ പ്രസക്തമാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാവും മറ്റ് ആരെയൊക്കെ പ്രതി ചേർത്തു എന്നത് സംബന്ധിച്ച് കൂടിയുള്ള വിശദാംശങ്ങൾ പുറത്തു വരിക. എന്തുതന്നെയായാലും ഇതിൻ്റെ അന്വേഷണത്തിൽ സംഘാടന പിഴവ് വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അത്തരത്തിൽ ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് പരിപാടി നടത്താവുന്ന ഒരു ഓഡിറ്റോറിയം ആയിരുന്നില്ല എന്നത് പ്രധാന കാരണം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ നിയന്ത്രണ ചുമതല അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളായിരുന്നു. ആ നിയന്ത്രണ ചുമതല ഏൽപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും സംഘടിപ്പിച്ച് പരിചയമില്ലാത്ത വിദ്യാർത്ഥികളെ തന്നെ ഏൽപ്പിച്ചു. അതിൻ്റെ കൺവീനർ ആ സമയത്ത് അവിടെ ആ കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു പോലുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ, അതിനോടൊപ്പം തന്നെ 2 അധ്യാപകരാണ് ഗിരീഷ് കുമാരൻ തമ്പിയും ഡോക്ടർ ബിജുവും. ഇങ്ങനെയുള്ള 3 പേർക്കെതിരെയാണ് രജനി ഇപ്പോൾ കേസ് ചുമത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം
വ്യക്തമാണ്. ഈ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു വിളിച്ചു വരുത്തിയ ദുരന്തം തന്നെയാണ്. പക്ഷേ ഇനിയെങ്കിലും ഇതേപോലുള്ള കോളേജുകളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ദുരന്തം ഒഴിവാക്കുക, അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി നിൽക്കുന്നതിന് തന്നെ വ്യക്തമാവുന്നതല്ലേ? രജനി, പോലീസ് ഇതിൽ ഇത്രയേറെ വിവാദമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഹൈക്കോടതിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി അതിൻ്റെ ഒരു റിപ്പോർട്ട്, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസിന് 100% ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് തീർത്തും പറയാനും സാധിക്കുകയില്ല. ഇതിൽ ഒരു തട്ടിക്കൂട്ട് സംഭവമായി തന്നെ കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്ട്രാർ ഓഫീസ് അടക്കം ഇതിൻ്റെ കുറ്റം ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നത് ഒരു ന്യൂനതയായി തന്നെ നമുക്ക് കാണാനും കഴിയും. ഇതിലെ ഏറ്റവും പ്രധാനമായുള്ളത് ഇത്രയും ആൾക്കാരെ കൂട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും അവർ പാലിച്ചിരുന്നില്ല. അത്തരത്തിൽ ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഒരുക്കിയിരുന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാന വീഴ്ച. അതിന് സ്വാഭാവികമായും കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഉത്തരവാദികളാണ്. ആ പരിപാടി സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടകർ, അതിൻ്റെ കൺവീനർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ളതും. രജനി, അതായത് ഈ സുധീഷ് സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് പെട്ടെന്ന് ഒതുക്കി തീർക്കുക, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ പോലും ഇതിൽ പ്രതി ചേർക്കാതെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ പോലീസ് കൊടുത്തത്. പക്ഷേ ഇവിടെ ആദ്യം മുതൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ കോളേജ് അധികൃതരാകട്ടെ സർവകലാശാല VC ആകട്ടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പോലീസിന് തങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് വന്നിട്ടില്ല എന്ന് അന്ന് വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഈ കേസ് മടക്കുന്നതിന് വേണ്ടി വേഗം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഉണ്ടായതായും ഇതിൽ പറയുന്നില്ല. പോലീസ് ഇതിൽ അതേസമയം തന്നെ ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്നില്ല, ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും കൃത്യമായി വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെയാണ് ആ സംഘാടനത്തിലെ പിഴവുകളൊക്കെ വിട്ടു നിരത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നതും. എന്നാൽ ഇതേ സമയം തന്നെയാണ് രജിസ്ട്രാർ ഓഫീസിന് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ കൃത്യമായി ഇതിൽ പരാമർശിക്കുന്നുമില്ല. അത് കൂടുതൽ അന്വേഷണത്തിൽ, ഇല്ലെങ്കിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരാൻ അത്തരം പ്രതികളെ കൂടി ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണവും. അപ്പോൾ കൃത്യമായി ഈ ഒരു സംഘാടന പിഴവ് മൂലമുണ്ടായി അതിന്റെ പ്രാഥമികമായ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സംഘാടക കമ്മിറ്റി, അതായത് കൺവീനർ അടക്കമുള്ളവരെയാണ്, ആ ചുമതല വഹിച്ചിരുന്നവരെയാണ് ഈ 3 പേരെ ഇപ്പോൾ പ്രതിയാക്കിയിട്ടുള്ളതും. രജനി, ശരി, എന്തായാലും കുസാറ്റ് ദുരന്തത്തിൽ പ്രിൻസിപ്പൽ അടക്കം 3 പേരെ പ്രതി ചേർത്തിരിക്കുകയാണ് പോലീസ്. ഹൈക്കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.